السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ليس اليتيم الذي قد مات والده، إن اليتيم يتيم العلم والأدب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العظيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ശ്രോതാക്കൾ, ഉമ്മപ്പെങ്ങന്മാർ, സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബദരിയ ജുമാ മസ്ജിദിൻ്റെ കീഴിലായി, ഔസിയ കുത്ബിയത്ത് കമ്മിറ്റിയുടെ കീഴിലായി വരുമ്പോഴും അള്ളാഹുവിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു തരുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഏത് സമയത്തും നിലച്ചു പോകാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മക്കള് എന്ന് പറയുമ്പോൾ നാം സാധാരണ ദുആ ചെയ്യുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളെ നീ നമുക്ക് കൺകുളിർമയാക്കണേ റബ്ബേ എന്ന് റബ്ബിനോട് 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നവരുണ്ട്. മക്കൾ കൺകുളിർമയാകണമെങ്കിൽ വെറും ദുനിയാവിൽ സമ്പാദ്യങ്ങൾ മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാണോ? മക്കളെ കൊണ്ട് ദീനിന് ഉപകാരമുണ്ടോ? ആഖിറത്തിൽ ഉപകാരമുണ്ടോ? എന്നാൽ ആ മക്കളെ കൊണ്ട് അവൻ വിജയിച്ചു പോയി. അതേ സമയത്ത് ആ മക്കളെ കൊണ്ട് ദീനിനൊരു ഉപകാരവുമില്ല, ആഖിറത്തിലേക്ക് തീരെ ഉപകാരമില്ല, തീരെ അനുസ്കരിക്കുന്നില്ല, ഖുർആന് തീരെ ഓതുന്നില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. ഈ നിലക്ക് മക്കളുടെ വളർച്ചയാണോ? ഒരിക്കലും ആ രക്ഷിതാവിനും രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ച് ഈ മക്കൾ ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നരകത്തിലേക്കാണോ കടക്കുന്നതെങ്കിൽ രക്ഷിതാവായ നമ്മുടെയും ആ മക്കള് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദുരവസ്ഥയാണ് വരാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിനെ വിട്ട് മറ്റുള്ള ശ്രദ്ധയിലേക്ക് തിരിച്ചു കളയാതിരിക്കട്ടെ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമ്പത്തിന്റെ പേരിൽ അള്ളാഹുവിനെ മറക്കുന്നു, സന്താനങ്ങളുടെ വിഷയത്തിലും അള്ളാഹുവിനെ മറക്കുന്നു. ഈ നിലക്കാണോ നിങ്ങളുടെ പോക്കെങ്കിൽ, ഈ നിലക്കാണോ ഒരാളുടെ പ്രവർത്തനമെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ.
അവർ നഷ്ടപ്പെട്ട കൂട്ടത്തിലാണ്, അവർ പരാജയപ്പെട്ട കൂട്ടത്തിലാണ്. അവർക്ക് വിജയിക്കാൻ കഴിയൂല. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അത് പ്രശ്നമുള്ളവർക്കേ അതിന്റെ ഗൗരവം മനസ്സിലാകൂ. മക്കളുടെ വിഷയത്തിൽ എത്രയെത്ര രക്ഷിതാക്കളാണ് ഖേദിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളുടെ വിഷയത്തിൽ എത്രയെത്ര രക്ഷിതാക്കളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിന്റെ വിഷയം അതുപോലെ തന്നെയാണ്. സമ്പത്തിന്റെ വിഷയത്തിലും ഖേദിക്കേണ്ടി വരും, അതേ കരയേണ്ടി വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഫിത്നയാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അതൊരു പരീക്ഷണം തന്നെയാണ്. ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പ്രതിഫലങ്ങൾ കിട്ടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂ ജനറേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ ഖേദകരമായ കാലഘട്ടമാണ്. വളരെ മോശമായ സ്വഭാവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിലേക്ക് കടക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അദ്ദിബ് ഇബ്നക ഫഇന്നക മസ്ഊലുൻ അൻ വലദിക മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു വഇന്നഹു മസ്ഊൽ. പഠിപ്പിച്ചത് ഈ മക്കൾക്ക് എന്താണ് നീ മര്യാദ പഠിപ്പിച്ചത്? വമാദാ അല്ലംതഹു. ഈ നിന്റെ മകനിക്ക് എന്താണ് നീ ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്? ദീനീ വിജ്ഞാനമോ അവന്റെ ഖൽബിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടോ? അവനെ പഠിക്കാൻ അയച്ചിട്ടുണ്ടോ? അവൻ പഠിക്കുന്നതിൽ നിന്ന് പിന്മാറിയ സമയത്ത് ആ പഠനത്തിലേക്ക് അവന് താല്പര്യം കാണിക്കേണ്ട പ്രവർത്തനങ്ങളിലേക്ക് നീ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക. അതേ, ആ മകനോടും ചോദ്യമുണ്ട്. എന്താണ് മകനോട് ചോദ്യം ചെയ്യുന്നത്? അൻ ബിർരിക. ആ മകൻ നിന്നെ അനുസരിക്കുന്നുണ്ടോ? നിനക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? വതവാഇയതിഹി ലക. നിനക്ക് വഴിപ്പെടുന്നുണ്ടോ? നീ പറഞ്ഞതനുസരിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ വഴിപ്പെടുന്നുണ്ടോ എന്നെല്ലാം മക്കളോടും ചോദ്യം ചെയ്യപ്പെടും. മാതാപിതാക്കളോട് മാത്രമല്ല, മക്കളോടും അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മുഴുവനായും കൃത്യമായും മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതേ സമയത്ത് ആ മാതാപിതാക്കള് മക്കളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. മക്കൾക്ക് ഇൽമു പഠിക്കേണ്ട വിഷയത്തിൽ ഗൗരിക്കുന്നില്ല. 7ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എന്റെ മകള് വലുതായി പോയി, എന്റെ മകളെ മദ്രസയിലേക്ക് അയക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും ആ 10ാം ക്ലാസ്സോട് കൂടി മദ്രസ തീർന്നു, പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളായ നമ്മളൊക്കെ പഠനത്തിൽ നിന്ന്, മക്കളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിനെ കുറിച്ച് എത്ര പഠിച്ചാലും തീരൂല, പഠിപ്പിച്ചേ തീരൂ എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഓരോ രക്ഷിതാക്കളും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം നല്ലത് തന്നെയാണ്. പക്ഷേ ആ തീരുമാനം എടുക്കുന്നതോടുകൂടി നമ്മുടെ മക്കൾ ഇൽമിന്റെ ഭാഗത്തേക്ക് എത്രമാത്രം അണയുന്നുണ്ട് എന്ന് നാം ആലോചിക്കണം. എത്രമാത്രം ഇൽമു പഠിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ വളരണം എന്ന് നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ ബോധമുള്ള മക്കളായി നമ്മളെ മക്കളെ വളർത്തുമാറാകട്ടെ. സ്കൂളിന്റെ വിഷയം പറയുമ്പോ രക്ഷിതാക്കൾക്ക് ആവേശമാണ്. അതേ സമയത്ത് അതേ സ്കൂളിൽ വെച്ച് തന്നെ ആ മക്കള് നിസ്കരിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ, ഉസ്താദ് അവർകൾ കടന്നു വരുന്നു. ബിസ്മില്ലാഹി ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ. ഉസ്താദ് അവർകൾ എത്തിയിരിക്കുകയാണ്. സദസ്സൊന്ന് ഫില്ലാക്കി നിർത്താനായി. മക്കളെ കുറിച്ച്, അദബ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ യതീം എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് മരണപ്പെട്ടു പോയ
മാതാപിതാക്കൾ മരിച്ചുപോയ ആളല്ല യഥാർത്ഥ യതീം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ യതീം എന്ന് പറഞ്ഞാൽ യതീമുൽ ഇൽമി വൽ അദബി, ഇൽമ പഠിപ്പിക്കാൻ ആളില്ലാതെ അദബ് പഠിപ്പിക്കാൻ ആളില്ലാതെ അലഞ്ഞു നടക്കുന്നവനാണ്. ഇൽമ പഠിപ്പിക്കാനോ അദബ് പഠിപ്പിക്കാനോ രക്ഷിതാക്കളില്ല. ഈ നിലക്ക് വളരുകയാണോ നിങ്ങളുടെ മക്കളെങ്കിൽ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ന്യൂ ജനറേഷൻ, പുതിയ തലമുറ കടന്നു പോയിരിക്കുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. പുതിയ തലമുറ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും നടക്കുകയാണ്. യുവാക്കളെയും കൊട്ടി നടക്കുന്നു. യുവതികൾ അവർക്ക് വേണ്ട ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞു നടക്കുന്നു. ലെസ്ബിയൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരതികളായി പലരും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. ഇന്ന മിൻ അലാമിസ് സാഅതി വഅശറാതിഹാ യക്തഫിയ الرجال بالرجال والنساء بالنساء. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈംഗികതയിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും തൃപ്തിപ്പെടുന്നത് ഖിയാമത്തിന്റെ അലാമത്താണ്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല യുവാക്കളും കല്യാണം വേണ്ട എന്ന് നടക്കുന്നു. പല യുവതികളും ആ വിഷയമായി നടക്കുകയാണ്. അവർക്ക് സ്വന്തം വർഗത്തിൽപ്പെട്ടവർ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലക്ക് പുതിയ തലമുറ കടന്നുകൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്ന് നമ്മെ സലാമത്താക്കുമാറാകട്ടെ. വലിയ ഖേദകരമായ കാര്യമാണ്. നമ്മുടെ മക്കളെ വിഷയത്തിൽ നാം നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. പഠനത്തിന്റെ വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെയുള്ള നാടുകളിലേക്ക് പോകുന്നു. ആ സമയത്ത് കൂട്ടുകെട്ടാണ് അവിടെ പ്രധാന പ്രശ്നം. ആരെയാണോ അവർ കൂട്ടുപിടിക്കുന്നത് അവരുടെ കൂടെയാണ് അവർ നാളെയും ഉണ്ടാവുക. മാത്രമല്ല, അവർ എന്തെല്ലാമാണോ അവരുടെ കൂട്ടുകാർ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്നത് മുഴുവനും അനുസരിക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാണ്. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, മക്കള് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട് എന്ന് ഒരാള് നേരിട്ട് പറഞ്ഞതാണ്. അതായത് മാതാപിതാക്കൾ സുന്നികളാണ്, അവർ നല്ല നിലക്ക് വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ചങ്ങായി പകുതിയിൽ നിന്ന് ദർസ് നിർത്തിയിട്ട് അവന്റെ ജോലിക്ക് പോകുന്ന കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അവസാനം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അവസാനം ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. എപ്പോഴും മാതാപിതാക്കൾ മക്കളോട് ദീനി വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹമീദാജി പുതിയ കോടി അൽഹംദുലില്ലാഹ് വേദിയിലുണ്ട്. അവർക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്, കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഉസ്താദിന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഉസ്താദ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സുപുത്രനായ മുഹമ്മദ് അസ്ഹരി ഉസ്താദ് സാരവത്തായ പ്രഭാഷണം നിങ്ങളിലേക്ക് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. അതുപോലെ നമ്മൾക്ക് ദുആ ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട ഹക്കീം മദനി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദ് അവർക്കും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് അബ്ബാസ് ഹാജി, അവർ കുറച്ച് റെസ്റ്റിലാണുള്ളത്. അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ശരീരത്തിന് എന്ത് രോഗമാണെങ്കിലും അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അഭാവത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ജമാഅത്ത് സെക്രട്ടറി സിദ്ദീഖ് പാടി, ട്രഷറർ ഇസ്മായിൽ ബി കെ, കുത്തുബിയത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ബാസ് കെ പി, ട്രഷറർ മുഹമ്മദ് പാടി തുടങ്ങിയ നേതാക്കളും, അതേപോലെ സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി, അതേപോലെ അബൂബക്കർ മദനി ഉസ്താദ്, ഹുസൈൻ മുസ്ലിയാർ, അതുപോലെ നമ്മുടെ മദ്രസയിലെ മുഅല്ലിം ഷരീഫ് സഖാഫി ഉസ്താദ് തുടങ്ങിയ എല്ലാ നേതാക്കളും വേദിയിലുണ്ട്. എല്ലാവർക്കും, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, ലൈവ് തുടങ്ങിയ അതേപോലെ സൗണ്ട്സ് ലൈറ്റ്സ് അതിൻ്റെ അംഗങ്ങൾ, മറ്റുള്ള എല്ലാവർക്കും, ശ്രോതാക്കൾ, കുട്ടികൾ,
എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.